ഹായ് നിഷാമാണ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായിയുടെ ഫ്യൂച്ചറായ ബ്ലൂ ലൈൻ മെട്രോ പറ്റിയാണ്. ദുബായിയുടെ ബ്ലൂ ലൈൻ മെട്രോന് തറക്കല്ലിട്ടത് ദുബായിയുടെ റൂളർ ഇസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദുബായിലല്ല, വേൾഡിൽ വെച്ച് തന്നെ ഹയസ്റ്റ് മെട്രോ സ്റ്റേഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. അതും ഇമാറാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ദുബായ് ബ്ലൂ ലൈൻ മെട്രോ സ്റ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഫെസ്റ്റിവൽ സിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ റാസൽ കോർ വരുന്നുണ്ട്, ദുബായ് ക്രീക്ക് ഹാർബർ വരുന്നുണ്ട്, അക്കാദമിക് സിറ്റി വരുന്നുണ്ട്, സിലിക്കൺ ഒയാസിസ് വരുന്നുണ്ട്, ദുബായ് ഇൻ്റർനാഷണൽ സിറ്റി 1 വരുന്നുണ്ട്, മിർദിഫ് വരുന്നുണ്ട്, അൽവാർക്ക് വരുന്നുണ്ട്. മാത്രമല്ല 14 സ്റ്റേഷൻസിൽ 5 അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻസാണ് വരുന്നത്. ബാക്കി വരുന്ന 9 സ്റ്റേഷൻസ് എലിവേറ്റഡ് ആയ സ്റ്റേഷൻസാണ് വരുന്നത്. ദുബായ് ബ്ലൂ ലൈൻ നോക്കുകയാണെങ്കിൽ ദുബായ് ബ്ലൂ ലൈനിൽ 3 ഇൻ്റർചേഞ്ച് സ്റ്റേഷൻസാണ് വരുന്നത്. ഒന്ന് ദുബായ് ക്രീക്ക് ഹാർബർ, രണ്ടാമത് വരുന്നത് ദുബായ് ഇൻ്റർനാഷണൽ സിറ്റി 1, മൂന്നാമത് വരുന്നത് അൽ റാഷിദിയ മെട്രോ സ്റ്റേഷൻ. നമ്മൾ റെഡ് ലൈനിലാണ് നോക്കുന്നതെങ്കിൽ യൂണിയൻ മെട്രോ സ്റ്റേഷൻ, ബുർജുമാനി, ജബലാലി മെട്രോ സ്റ്റേഷൻ. ദുബായ് റെഡ് ലൈൻ നോക്കുകയാണെങ്കിൽ UAE എക്സ്ചേഞ്ച് മെട്രോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൻട്രൽ പോയിന്റ് വരെയും, ദുബായ് ഗ്രീൻ ലൈൻ നോക്കുകയാണെങ്കിൽ ക്രീക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇത്തിസലാത്തിലേക്കുമാണ്. അതുപോലെ ദുബായ് റെഡ് ലൈൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. 2020 ജബലാലി മെട്രോയിൽ നിന്നും എക്സ്പോയിലേക്ക് 7 സ്റ്റേഷൻസാണ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ദുബായ് റെഡ് ലൈൻ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അതായത് റാഷിദിയ, എയർപോർട്ട്, ഡൗൺ ടൗൺ, ഷെയ്ഖ് സായിദ് റോഡ്, JLT, മറീന, എക്സ്പോ. ഇനി ഗ്രീൻ ലൈൻ കവർ ചെയ്യുന്ന ഏരിയ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദേറ, ബർദുബായ്, അൽ നഹ്ദ, അൽ ഖിസൈസ്, എൽത്തഗേഡ് സിറ്റി. ഇനി ബ്ലൂ ലൈൻ മെട്രോ കവർ ചെയ്യുന്നത് ഏതൊക്കെ? ദുബായ് ക്രീക്ക് ഹാർബർ, ഫെസ്റ്റിവൽ സിറ്റി, റാസൽ കോർ, അക്കാദമിക് സിറ്റി, ദുബായ് സിലിക്കൺ ഒയാസിസ്, ദുബായ് ഇൻ്റർനാഷണൽ സിറ്റി, മിർദിഫ്, അൽവാർക്ക. ഈ സ്ഥലങ്ങളൊക്കെയാണ് കവർ ചെയ്യുന്നത്. ഏകദേശം നോക്കിയാൽ ദുബായിൽ ഇപ്പോൾ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ ഏകദേശം ഏരിയ കവറാവും. അതിനുശേഷം ബ്രൗൺ ലൈൻ മെട്രോ വരുന്നുണ്ട്. ബ്രൗൺ ലൈൻ മെട്രോയും കൂടി വന്നാൽ നമ്മുടെ ദുബായിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈസി ആവും. ദുബായിയുടെ ബ്ലൂ ലൈൻ മെട്രോ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ദുബായിലെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് 78 സ്റ്റേഷനായി മാറും. അതുപോലെ തന്നെ ടോട്ടൽ 168 ട്രെയിനും ഉണ്ടാവും. ദുബായിയുടെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 131 കിലോമീറ്റർ ട്രാൻസ്പോർട്ടേഷനാണ് കിട്ടുന്നത്. അതായത് റെഡ് ലൈനും ഗ്രീൻ ലൈനും ബ്ലൂ ലൈനും കൂട്ടിയായിട്ടാണ് 131 കിലോമീറ്റർ സർവീസ് വരുന്നത്. അതിനുശേഷം ഇനി ബ്രൗൺ ലൈനും വരാനിരിക്കുന്നതേ ഉള്ളൂ.